അത് പറഞ്ഞ ആകെ എഞ്ചിൻ ഇൻലൈൻ എഞ്ചിൻ വരും, വി ടൈപ്പ് എഞ്ചിൻ വരും. GMCക്ക് വി ടൈപ്പ് എഞ്ചിനാണ്. ബാക്ക് എല്ലാത്തിനും എഞ്ചിൻ ഫ്രണ്ടിൽ തന്നെ വരിക. അത് പറഞ്ഞ ഹൗസിംഗ് വരുന്ന ബാക്കിൽ വരുന്ന വണ്ടി വന്നിട്ടുണ്ടല്ലോ ബാക്കിൽ എഞ്ചിൻ പാക്കറ്റ് വണ്ടി അത് ആദ്യമായിട്ട് ജീവിതത്തിലെ സന്തോഷ നിമിഷം ഇറങ്ങുമ്പോ നിങ്ങൾ തൂക്കാൻ ആരുണ്ടാവില്ല. നല്ല മാത്രം നല്ല ചെയ്ത നല്ല കിട്ടും. എനിക്ക് വേണ്ട, നിങ്ങക്ക് ചോറാണോ? കുറച്ച് നേരമല്ലോ വന്നപ്പോ എന്റെ മൊത്തത്തിൽ നോക്കിട്ട് സെറ്റായി വന്നു. എന്ത് സെറ്റായി മുടി കിട്ടിയോ അല്ല, നിങ്ങൾ കൊറേ കട തപ്പി വന്നപ്പോ ചോദിക്കേണ്ട ഒരു ചോദ്യം മുടി കിട്ടിയോ ടയർ പ്രഷർ സെൻസർ മോഡ്യൂൾ ഇതിനാ പറ്റിച്ചു. നേരെ 30 നല്ല പറ്റിച്ചു. അത് പ്രശ്നത്തിന്റെ ഒരു വലിയ സാധനത്തിലുണ്ടോ കോമൺ റേറ്റ് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ. അതിന്റെ പകരം പെട്രോൾ വണ്ടിയുടെ MPR ഫ്രീ. ഇഞ്ചക്ഷൻ മറ്റേതാണ് പോയി കളിക്കാനുള്ളതല്ലേ അതിന് പറയണ ഗ്യാരേജിന് എന്താണ് നമുക്ക് വലിയ ഗുണം ഉണ്ടാവില്ല. നമ്മുടെ പരിപ്പാണ് ഓരോ കമ്പനിയിൽ ഇട്ട് കഴിഞ്ഞാൽ വർക്കും ഒരു കറക്റ്റാണ്ടുണ്ടാവും. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റി ഡിസ്ക് എല്ലാ വണ്ടിക്കും സ്കീമില്ല. മാറ്റാണ്ടില്ലേ ഓടിച്ചിട്ട് ഇങ്ങനെ ലെയർ വരും, റേഞ്ച് വരും. അപ്പൊ അത് ക്ലിയർ ആക്കിയിട്ടാണ് പിന്നെ അടുത്ത് പുതിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ മറ്റു കഴിഞ്ഞാൽ അതേപോലെ അതേപോലെ ആ ബ്രേക്ക് പാഡിലെ പാടും വരുമ്പോൾ ബ്രേക്ക് പാടുമ്പോൾ വണ്ടി പാടും. അല്ല ചവിട്ടുമ്പോ ഒരു അഭിനയിച്ചു. അയ്യോ സാറേ ഞാൻ സാറിന്റെ ഇവരോട് ഇറങ്ങണ ആരും ഇവിടെ ഉണ്ടാവില്ല ഇല്ലല്ലോ. അത് പോയില്ല മൈൻഡ് നാളെ വരും.
നാളത്തോടുകൂടി നാളെ ദിവസം അല്ലേ? പക്ഷെ ആദ്യം 5 മണിക്ക് ഇറങ്ങാം. ഹസ്ബൻഡിന് 5 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. അതുവരെ ടൈമില്ല. അപ്പൊ പോവാ. എന്നാ ഫോണ് കുത്തിച്ചിട്ടല്ല. ഫോണ് കുത്തിച്ചിട്ട് വേറെ പ്രശ്നമില്ല. ഇതിന്റെ പാല് കൊടുക്കാനും രാത്രി അല്ല മറ്റുമാരെ കണ്ടുപിടിക്കണ്ടേ? നാടൻ വീട്ടിൽ ബോധം കിടക്കില്ല. നല്ല സ്ഥലങ്ങളിൽ മൗലൂദുണ്ട്. കഴിച്ച ഞാനുണ്ടാവും വീട് റെക്കോർഡുണ്ടോ? മദ്രസ തൊട്ടേ ഇതന്നെയായിരുന്നു പരിപാടി. നമ്മളൊക്കെ പാട്ട് പാടിയായിരുന്നു. മറ്റേ ഇതിന്റെ നീ പറയൂ മറ്റു പറയൂ. വിഷയത്തിനെ കുറിച്ച് പാട്ടാലോ പാട്ടാണെങ്കിൽ പാടി പാടിയല്ലോ. ഞാൻ റൂമിന് പാടില്ല. നന്നായിട്ട് പാടും പറഞ്ഞല്ലോ. റൂമിന് ഞാൻ പാടില്ല. ഇവരെ നല്ല പാടും റൂമിൽ പാടി തരും. ഹിന്ദി കുട്ടിയൊന്നുമില്ല എനിക്ക്. എനിക്ക് തന്നെയായിട്ട് പാടണത്. ഞാൻ പാടിത്തരാം. റൂമിൽ നിന്ന് പാടിത്തരാം. ഒരു പാട്ട് കണ്ടായി പാട്ട് ഹിന്ദി പാടാ. ഹിന്ദി പാടി. किसी रोज तुमसे मुलाकात होगी मेरी जान उस दिन मेरे साथ होगी न जाने ये बरसात होगी मेरा दिल है प्यासा मेरा दिल है केला जरा तस्वीर से तू निकल के सामने मेरे महबूबा मेरी तकदीर है तू निकल के सामने मेरी महबूबा मेरी महबूबा ഇതാണ് ഹിന്ദി പാട്ടാണ്. പാട്ടിന്റെ പേര് മേരി മെഹബൂബ. സാഹചര്യം പോകുമ്പോ കൈ വീശിയതാണ്. അതാണ് തോന്നുന്നത്. പൈസ കിടക്കട്ടെ. മനുഷ്യൻ സ്നേഹിച്ചു നോക്കൂ.
കേട്ടില്ല അടുത്ത് കൈ പിടിക്കും അതിന് പറ ചെറുത് 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 കൈ പിടിക്കും വെച്ചു പൈസ കൊടുക്കണം ടാബുണ്ടോ ചെല്ലാണ്ട് നോക്കിയൊക്കെ അതില് സാധനം വേണം ഇനി ഇനി 2 മൈക്കിന്റെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി 1 മൈക്കിന്റെ ടെസ്റ്റ് ഇതെങ്ങനെയുണ്ട് നോക്കാം. ഓഡിയോ ക്വാളിറ്റി ഓക്കെ. ഇനി എന്തെങ്കിലും പറയും. ഈ വിഷയമാണോന്നില്ല ഞാൻ പറയാ. ഇപ്പൊ എന്താ പറയാ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഓക്കെ വിഷയം കിട്ടും. ഇതിലും നല്ല വിഷയം ഉണ്ടല്ലോ. ഓക്കെ, താങ്കളുടെ ജോലി പോകേണ്ട കാരണം അതെന്റെ അത്രയും നല്ല കഴിവ് വരുന്നുണ്ട്. അപ്പൊ യുദ്ധം കൊണ്ടല്ലേ പോയത്? യുദ്ധം കൊണ്ടല്ലേ പോയത്? യുദ്ധത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ താങ്കളൊരു കൈവേറിയാണല്ലേ? ഒരു കഴിവുള്ളൊരു നാട്ടിലും താങ്കൾ പറയും എന്താണ് ഇസ്രായേലും പിന്നെ അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ അമേരിക്ക തമ്മിലുള്ള കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യം എന്താണ്? എങ്ങനെ മനസ്സിലായില്ല? എങ്ങനെ മനസ്സിലായില്ല? ഇറാൻ ഇസ്രായേലിനെ മുൻകൂട്ടി ആക്രമിക്കുന്നുള്ളത് USA ഒരു കാരണം അവര് USA ഇറാനും തമ്മിൽ ചർച്ച നടന്നു ന്യൂക്ലിയർ പ്ലാനിനെ പറ്റിയിട്ടുണ്ട്. യുഎസും ഇറാനും USA എന്നിട്ട് അത് ഇതില് പറഞ്ഞു ഇനി ന്യൂക്ലിയറിന്റെ വെപ്പൺസും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഇറാൻ പറഞ്ഞു. പക്ഷെ US-ന്റെ ഇതില് കാഴ്ചപ്പാടില് അവര് ന്യൂക്ലിയറിന്റെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അവരെ കാഴ്ചപ്പാട്. അപ്പൊ അവര് ഇവരെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവര് മുൻകൂറായിട്ട് അവരെ പ്രതിരോധിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് അവരെ ആക്രമിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇറാൻ പറഞ്ഞു നമ്മൾ ചർച്ചയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് നമ്മൾ ഓക്കെയാണ്, ഒക്കെ നല്ല രീതിക്കാണ് പോണെന്ന് പറഞ്ഞാണ്ട് ഇവർ എന്തുകൊണ്ട് നമ്മൾ ആക്രമിച്ചു, അതുകൊണ്ട് ഞങ്ങള് ആക്രമണം നിർത്തൂല, നമ്മൾ ചർച്ചക്കില്ല, ഞങ്ങൾ പ്രതിരോധം മുന്നോട്ട് പോകുന്നു. ഓക്കെ. ഇപ്പൊ നമ്മള് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഇപ്പോ അനുഭവിക്കുന്നത് സാധനങ്ങളുടെ കുറവ് വൈകാതെ വരും. വിലക്കയറ്റം ഇതുവരെ നിലവിൽ വന്നിട്ടില്ല, പക്ഷെ സാധനങ്ങൾക്ക് വന്നില്ലേ? ഫ്യൂച്ചർ വില കുറച്ച് വില കൂടിയില്ലേ? പിന്നെ ഇന്ധനത്തിന്റെ വില ഏറ്റവും കൂടുതലായിട്ട് ഡീസൽ അറിയില്ല. 2 ദിറംസ് 50 പിൽസ് ഉണ്ടായിരുന്നത് ഡീസലിന്റെ ഇപ്പത്തെ ഇന്നത്തെ വില 4 ദിറംസ് 14. ഒരു ലിറ്റർ കയറ്റം ബാധിച്ചിട്ടുണ്ട് ഇവിടെ വളരെ ഇരട്ടി ഏകദേശം. ഓക്കെ, ശരിയാണ്. ഡീസലിന് 4.14 സംതിങ് ആണ് ഇപ്പൊ. 2.50 ഉള്ളത്. അതിനെന്താ പറയുമ്പോ ഇവിടെ ഡീസൽ ഉണ്ടാക്കണം, പെട്രോൾ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ട്. പെട്രോളിന്റെ സെയിം തന്നെ, ഡീസലിനാണ് കൂടിയത്. പക്ഷേ 4 ദിറംസിന് മേലെ പോയി ഒരു ലിറ്റർ. ഞാൻ യൂസ് ചെയ്യണല്ലേ, ഞാൻ ഇത് പറഞ്ഞതാ, സാഹചര്യം പറഞ്ഞതാണ്. പോയിട്ട് വരൂ, കൈ കഴുകിട്ട് വരും. ഓക്കെ. ഇനി ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാൻ ശ്രീമാൻ അജ്മലിനെ ക്ഷണിക്കുന്നു. അജ്മൽ, ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മൾ വളരെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. പ്രേക്ഷകർക്ക് എന്താ
കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, ഇന്നത്തെ ദിവസം നമ്മൾ വളരെ നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മുടെ സുഹൃത്തുക്കളായിട്ട് നമ്മൾ സായാഹ്നം എൻജോയ് ചെയ്തു. കളികൾ, ചിരികൾ, തമാശകൾ എല്ലാം ഉണ്ടായിരുന്നു. ചർച്ചകൾ നല്ല രീതിക്ക്. ഇന്നത്തെ പരിപാടിയിൽ നമ്മുടെ മുഖ്യ അതിഥി എത്തിയ ഹാഷിമും ഈ ഇന്നത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്ത മുഫാസിനും എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇനി ഇതുപോലത്തെ സാധനങ്ങൾ ഈ ദുബായിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ അധികമായി ആഗ്രഹിക്കുന്നു. അതെ, നമുക്ക് ഇന്നത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്ത മുഫാസിനും, എനിക്ക് തോന്നുന്നു അവിടെ ബിൽ ചെയ്യാൻ നിൽക്കുന്നത് മുഫാസ് അല്ല, അവിടെ ബിൽ ചെയ്യാൻ നിൽക്കുന്നത് ഷാഹുലാണെന്ന ഡൗട്ട് എനിക്കുണ്ട്. ഷാഹുലിന്റെ ടാബി ആണ് ഇന്നത്തെ നമ്മുടെ രക്ഷകൻ എന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ ഭക്ഷണം നമുക്ക് വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. മുഫാസ്ഖാനുണ്ടോ? മറ്റേ വാഷിയം വേണ്ടി അഷിയാൻ പോയി. ഓക്കെ, വെയിറ്റ് ചെയ്യാം. വ്ളോഗ് എൻഡ് ചെയ്യിപ്പിക്കാൻ പോണ ഈ സെഷൻ 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സെക്ഷൻ വീഡിയോ എൻഡ് ചെയ്യിപ്പിക്കാൻ പോണ്. സ്വാഗതം. അജ്മൽ പറഞ്ഞു, താങ്കൾ ബാക്കിയുള്ളത് പറഞ്ഞാൽ. ഓൾഡ് സ്കൂളിൽ മന്തി പഴയൊരു കുമ്മില്ല, നൈസായിട്ട് പാളിയിട്ടുണ്ട്. ഫ്ലേവർ ഉണ്ട്, വെച്ച ഫ്ലേവർ ഉണ്ട്. മൈ റേറ്റിംഗ് ഈസ് 10 out of 5. ഓക്കെ, ഇനി നമുക്ക് അജ്മൽ ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത അജ്മൽ പറഞ്ഞു. ഓക്കെ, ഇനിയൊന്നും എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇന്നത്തെ സായാഹ്നത്തിൽ നമുക്ക് വേണ്ടി ഗാനാലാപനം നടത്തിയ സഹദിനും, നമുക്ക് വേണ്ടി വ്യക്തമായ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ചർച്ചകൾ നടത്തിയ റാഷിദിനും ഹാഷിമിനും വേണ്ടി നന്ദി പറയുന്നു. ഇന്ന് സമയം 2:28. ഇനി എനിക്ക് വളരെ നിർണായകമായ ഉറക്കവും റെസ്റ്റിന്റെ സമയമാണ്. നമ്മുടെ ഇന്നത്തെ ഭക്ഷണത്തെ സ്പോൺസർ ചെയ്ത് ഷാഹുലാണ്. ഷാഹുലിന്റെ ഇന്നത്തെ എന്താണ് താങ്കൾക്ക് ഇന്ന് ഭക്ഷണം സ്പോൺസർ ഉള്ള മാനസികമായി റേറ്റിംഗ് കൊടുത്തു. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. മുഫാസ് മാസ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. മുഫാസ് മാസിന് 2 മൈക്കായി മാറുന്നു. പ്രിയ മുഫാസ് എന്തെങ്കിലും സംസാരിക്കും. എന്താണ് എന്റെ പ്രശ്നം? ഓക്കെ, എന്താ എന്റെ പ്രശ്നം? പറയൂ.